കർമ്മസിദ്ധാന്തത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന, നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ ഈ ജന്മത്തിലേക്കും കൊണ്ടുവരുന്നതാണ്. അതിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ജന്മത്തെ പല പല കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ വേറെ ജന്മമായിരുന്നിരിക്കാം, വല്ല പശുവായോ പട്ടിയായോ അല്ലെങ്കിൽ എന്തെങ്കിലും വൃക്ഷങ്ങളായോ എന്ത് തന്നെ വട്ടെവർ ഇറ്റ് ഈസ്, പക്ഷികളായോ എന്തോ ആ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ കർമ്മങ്ങളും ഒരു ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപം പോലെ നമ്മൾ ഈ ജന്മത്തിലേക്ക് നമ്മുടെ ആ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നതിനാണ് നമ്മൾ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. പിന്നെയുണ്ട് പ്രാരാബ്ധ കർമ്മം. പ്രാരാബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിൽ നമ്മൾ കർമ്മയിൽ ചെയ്തു കൂട്ടി ഈ കാര്യങ്ങൾ നമ്മൾ ഈ ലൈഫിൽ വന്നിട്ട് അനുഭവിക്കുന്നു. നമ്മൾ ഇപ്പോൾ അച്ഛനമ്മമാരെ സെലക്ട് ചെയ്യുന്നതായാലും സ്പൗസിനെ സെലക്ട് ചെയ്യുന്നതായാലും നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന ആൾക്കാർ, അത് ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫിലെല്ലാം വന്നു പോകുന്നത് ഈ പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ഭാഗമാണ്. ആ കർമ്മങ്ങളിൽ പാസ്റ്റ് ലൈഫിൽ നമ്മൾ അവരുമായിട്ട് എന്തൊക്കെയോ ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് തീർക്കാനായിട്ട് നമ്മൾ വീണ്ടും ഇവരെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മൾ ആ തിരിച്ചറിവിലൂടെ അവരെ കണ്ടുമുട്ടി അവരുമായിട്ടുള്ള എന്തെങ്കിലും മാപ്പ് കൊടുക്കാനോ ക്ഷമ കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ലെസൺ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലൂടെ പഠിച്ചു തീർക്കുന്നു. പിന്നെ വരുന്നതാണ് ആഗമി കർമ്മം എന്ന് പറയുന്നത്. ആഗമി കർമ്മം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതായത് ഇത് നമ്മൾ ഭാവിയിലോട്ട് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താനായിട്ടത് ഹെൽപ്പ് ചെയ്യും. വരും ജന്മങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ആഗമി കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിചാരിക്കുക, നമ്മളിപ്പം സ്പിരിച്വലായിരിക്കുന്ന ആൾക്കാർക്കറിയാം ഇത്തരം കർമ്മങ്ങളും കർമ്മസിദ്ധാന്തങ്ങളെയൊക്കെ പറ്റി. അപ്പോൾ അവർക്ക് ഒരാളെ നോക്കാൻ തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് നല്ല സ്പിരിച്വലായി കഴിഞ്ഞാൽ നമുക്കൊരാളുടെ കാര്യങ്ങൾ ഓവർ ഇൻവോൾവ് ചെയ്യാനായിട്ടൊരു പേടിയുണ്ടാവും. ഇനി അതിൽ ഇൻവോൾവ് ആയിട്ട് നമുക്ക് പണി കിട്ടുമോ, ആ പണി നമുക്കൊരു കർമ്മമായിട്ട് കർമ്മഭാരമായിട്ട് കിടക്കുമോ എന്നൊക്കെ ഉള്ള ഒരു അവയർനെസ് അവർക്കുണ്ടായിരിക്കും. അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകാനായിട്ട് ഓരോ ആൾക്കാർക്കും വരുന്ന പ്രശ്നങ്ങളും സങ്കടങ്ങളും വൈഷമ്യങ്ങളും എല്ലാം അവർ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് മറ്റുള്ളവരുടെ കർമ്മത്തിൽ ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. എന്ന് വെച്ച് മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല പറയുന്നത്. പക്ഷേ കഴിയുന്നതും നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുക, നമ്മൾ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നുള്ളൊരു അവയർനെസ് ഉണ്ടായിരിക്കുക, അതുമായിട്ട് മുമ്പോട്ട് പോവുക. ഓരോ മനുഷ്യനും അത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് നന്നാവും. വീട് നന്നാവുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ് നന്നാവും. അതിലൂടെ നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് എനിക്ക് കിട്ടുന്ന നമ്മൾ ചെറിയ അറിവ് മറ്റുള്ളവരിലോട്ട് പകർന്നു കൊടുക്കുമ്പം അറിയാത്തവർക്കും അത് ഫോളോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമസ്തേ.